അങ്ങനെ ദേവയാനി എല്ലാ കാര്യത്തിലും അതിനെ സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ട് അസൂയ മൂത്ത് നിൽക്കുകയാണ് കേട്ടോ. അനാമികയ്ക്കും ജലജയ്ക്കും ജാനകിക്കും ഒക്കെ. അങ്ങനെ നയനയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അവർ. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി നിന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ജലജ, ദേ ഇനിയൊരു കാര്യമുണ്ട്. അവളെ എഴുന്നള്ളിച്ച് ഏടത്തി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ അവൾ ഇവിടുത്തെ പണികളൊക്കെ ചെയ്തോളും. നമ്മൾ മൂന്ന് പേരും ഇനി അങ്ങ് അടുക്കളയിൽ കയറുന്നില്ല എന്ന് തന്നെ തീരുമാനിക്കുക. അപ്പം ജാനകിയും പറയാം, അത് ശരിയാ, അവൾ ചെയ്യട്ടെ. ഞാനാണെങ്കിൽ ഇത്രയും ദിവസം ഇവിടുത്തെ പണിയെല്ലാം ചെയ്ത് ചെയ്ത് മടുത്തിരിക്കുക. അപ്പം അനാമികൻ പറയുന്നുണ്ട്, അവൾക്ക് ഞാൻ പണി കൊടുക്കാമെന്ന് നോക്കട്ടെ. അവൾ തന്നെ എല്ലാ പണികളും ചെയ്യണം. അല്ലാതെ ഇനി നമ്മൾ അടുക്കളയുടെ പരിസരത്ത് പോലും പോകരുത്. അപ്പം ജലജയം പറയാ, പണി ചെയ്താൽ മാത്രം പോരാ, അവൾക്ക് ഇടയ്ക്ക് നല്ല പണിയും കൊടുക്കണം. എന്നാലേ വന്നതുപോലെ തന്നെ അവൾ ഇറങ്ങി പോവുള്ളൂ. ഏടത്തെ ഇപ്പം എടുത്ത് തലേ വെച്ചിരിക്കല്ലേ എന്നൊക്കെ പറയാണ്. ഈ സമയത്താണെങ്കിൽ നയന എല്ലാ പണികളും ചെയ്തിട്ട് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് കൊണ്ടുവരുവാണ് കേട്ടോ നവ്യയുടെ അടുത്തേക്ക്. റൂമിൽ കൊണ്ടുവന്ന് തന്നെ നവ്യയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, ചേച്ചി ഇത് കഴിക്ക് എന്ന് പറയാണ്. അങ്ങനെ അപ്പം നവ്യ പറയാണ്, ഏയ് നീ ഇതൊന്നും എടുത്ത് എൻ്റെ റൂമിൽ കൊണ്ടുവരുമൊന്നും വേണ്ടായിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് വന്ന് കഴിച്ചേനെ. കാരണം വയ്യാത്തത് കൊണ്ടാണ് അടുക്കളയിൽ കയറാതിരിക്കുന്നത്. നീ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നീയും സർജറിയൊക്കെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് നിനക്കും കുറേയൊക്കെ റെസ്റ്റ് വേണ്ടേ. എനിക്കിപ്പം ഫുഡ് എടുത്തൊന്നും തരണ്ടായിരുന്നു എന്ന് പറയുമ്പം നയന പറയാണ്, അതല്ല ചേച്ചി, ചേച്ചി നന്നായിട്ട് ഫുഡ് കഴിക്കണം ഈ സമയത്ത്. ഞാൻ കുറേ ദിവസങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ചേച്ചിക്ക് നല്ല കഷ്ടപ്പാടായിരുന്നെന്ന് എനിക്കറിയാം. കാരണം വല്യമ്മയും അപ്പച്ചി ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ലല്ലോ ചേച്ചിയെ. അതുകൊണ്ട് തന്നെ ഇപ്പം നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും നവ്യൻ പറയുന്നുണ്ട്, അത് മതി മോളെ, ഞാൻ കഴിച്ചോളാം, അതൊന്നും നീ ഓർക്കണ്ട, നിൻ്റെ ആരോഗ്യം കൂടി നീ ശ്രദ്ധിക്കുമെന്ന് പറയുമ്പം നയന പറയാണ്, ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചത് ഞാനാണെന്ന് ചേച്ചി കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പം നവ്യ പറയാം, അയ്യോ അതെന്താ നയനെ നീ അങ്ങനെ പറയുന്നത്? നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. നേരത്തെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും അങ്ങനെ വിശ്വസിച്ചേനെ. പക്ഷേ എനിക്ക് നിന്നെ നന്നായി അറിയാം നയനെ. അന്ന് പാലെടുത്ത് വെച്ചതിൽ വേറെ ആരുമല്ല, ആ അനാമികയും അവളുടെ അമ്മയും കൂടി തന്നെയായിരിക്കും എന്തെങ്കിലും ഒപ്പിച്ച് വെച്ചത്. ഇല്ലെങ്കിൽ അഭിയും എൻ്റെ അമ്മായിയമ്മയും. അവരെക്കാളും എനിക്കിപ്പോൾ സംശയം അനാമികയാണ്. അവളാണ് ഇവിടെ ഒരേ പണികളും ഇതുപോലെ ഒപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. നയനെ നീ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അനാമിക. അനാമിക വന്നിട്ട് പറയും, ഓ ചേച്ചിക്ക് ഇപ്പം ഭക്ഷണമൊക്കെ കോരിക്കൊടുക്കാൻ വരെ കൊണ്ടുവന്നല്ലോ അടുത്തോട്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വിശന്നിരിക്കുന്നത് ആരും കാണുന്നില്ല. ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ആയോ എന്ന് പോലും പറയുന്നില്ലല്ലോ എന്ന് പറയാൻ. അപ്പോൾ ഉടനെ തന്നെ നയന പറയുന്നുണ്ട്, ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിക്കാം. ഇനി എന്തിനാ മുമ്പിൽ ഞാൻ കൊണ്ട് തരണോ എന്ന് ചോദിക്കുമ്പം അനാമിക ദേഷ്യപ്പെടുകയാണ്. അതെന്താ അങ്ങനത്തെ വർത്താനം, നിൻ്റെ ചേച്ചിക്ക് മാത്രമേ നീ കൊണ്ട് കൊടുക്കുകയുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ പറയാണ്, എടി നീ അങ്ങ് ചാടാതെ, എൻ്റെ അനിയത്തിയാണ് നയന, അവൾ എനിക്ക് ഭക്ഷണം കൊടുത്തന്നെങ്കിലേ അതിന് നീ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ നിൻ്റെ അടുക്കളയിലുണ്ട്, നിൻ്റെ അമ്മായിയമ്മയും കൂട്ടിക്കൊണ്ട് പോയി നിനക്ക് കഴിക്കാമല്ലോ എന്ന് ചോദിക്കുമ്പം ഉടനെ അനാമിക പറയണം, പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏതായാലും നിങ്ങൾ രണ്ടുപേരെക്കാളും മാന്യമായിട്ട് ഈ വീട്ടിൽ കയറി വന്നവളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം കൊടുത്തതെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനുള്ള അവകാശമുണ്ട് എനിക്ക്. അപ്പോഴേക്കും ഒച്ച കെട്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരികയാണ്. ജാനകി ചോദിക്കുക, എന്താ ഇവിടെ ഒരു പ്രശ്നം? എന്താ അനാമിക മോളെ, എന്തിനാ ഇവളുമാരോടൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്? അപ്പോൾ അനാമിക പറയും, ഏയ് ഒന്നുമില്ല, ഇവിടെ ഒരുത്തി ഭക്ഷണം ഉണ്ടാക്കി ചേച്ചിക്ക് വാരി കൊടുക്കുന്നു. ബാക്കിയുള്ളവരുടെ പട്ടിണിക്കിരിക്കുക, എന്നിട്ട് ഭക്ഷണം കൊണ്ടു തരാനായിട്ട് അവൾക്ക് നേരെയില്ല. ഉടനെ തന്നെ ജാനകി പറയാം, എടി നയനെ, നിനക്ക് അനാമിക മോൾക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കാൻ മേലേ? നീ ഉണ്ടാക്കി അടുക്കളയിൽ വച്ചിരിക്കുന്നത് നിനക്ക് നിൻ്റെ ചേച്ചിക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പം നയന പറയാണ്, എനിക്ക് ഇവൾക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ മര്യാദയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്കാന്ന് വെച്ചാൽ എടുത്ത് കഴിക്കാം, അല്ലാതെ എടുത്ത് തിരുമുമ്പിൽ കൊണ്ട് തരാനൊന്നും എന്നെ കിട്ടത്തില്ല. അപ്പോഴേക്കും ജാനകി പറയാം, എന്താ അഹങ്കാരമാടി നിനക്ക്? ഇപ്പോൾ ഏടത്തി എടുത്ത് തലയിലും കൂടെ വച്ചിരിക്കുകയാണെന്ന് കണ്ടപ്പം നിനക്കൊക്കെ അഹങ്കാരം കൂടിയല്ലേ, നീയൊക്കെ നാശം പിടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് ദേവയാനി വരുന്നുണ്ട്. ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ എന്ന് ചോദിക്കുമ്പം നയന പറയാണ്, ഒന്നുമില്ലാമേ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അടുക്കളയിൽ വച്ചിട്ടുണ്ട്, അത് അനാമികയ്ക്ക് എടുത്ത് കഴിക്കാൻ വയ്യേ, ഞാനത് അവൾക്ക് എടുത്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം നവ്യച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുത്തതിനാണ് അവൾ ഈ ബഹളം വയ്ക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ദേവയാനിയൊക്കെയാണ്, എന്താ ജാനകി, നിൻ്റെ മരുമോൾക്ക് ഭക്ഷണം എടുത്ത് കഴിക്കാനും വയ്യേ? നയനെ കഷ്ടപ്പെട്ട് ഇത്രയും ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ, എന്നിട്ട് അതെടുത്ത് കഴിക്കാനുള്ള മര്യാദ പോലും നിൻ്റെ മരുമകൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അനാമിക പറയാണ്, വല്യമ്മ ഇപ്പോൾ അവളെ എടുത്ത് സപ്പോർട്ട് ചെയ്ത് തലയിൽ കയറ്റി വെച്ചിരിക്കുക അല്ലേ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് അനാമിക ഭക്ഷണം എടുത്ത് കഴിക്കാൻ അങ്ങ് പോകുമ്പോൾ നിന്നിട്ട് പറയാണ്, ദേ നയനെ, വൈകിട്ട് ബിരിയാണി മതി കേട്ടോ,
ചിക്കൻ ബിരിയാണി തന്നെ വേണം, എനിക്കല്ലാതെ ചോറും കറിയൊന്നും വേണ്ട എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ നയന പറയാണ്, അങ്ങനെ നീ പറയുന്ന ഉണ്ടാക്കി തരാനെങ്കിൽ എനിക്ക് പറ്റില്ല, ഇവിടെ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്, നിനക്ക് അടുക്കളയിൽ കയറി നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം, നിനക്ക് ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ നീ ഉണ്ടാക്കി കഴിക്കണം എന്ന് പറയാണ്. അപ്പം ഉടനെ തന്നെ അനാമിക പറയാണ്, ഓഹോ ഇപ്പം അങ്ങനെയൊക്കെ ആയല്ലേ, ഞാൻ പറയുന്ന ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കി തരാൻ ഇവിടെ ആർക്കും നേരെയില്ലല്ലേ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ ജാനകി പറയാണ്, എടി നയനെ, അവൾ പറയുന്നത് നിനക്ക് കേട്ടാലെന്താ, നീയല്ലേ എന്നും അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നത്, എനിക്കും അനാമികയ്ക്കും ചിക്കൻ ബിരിയാണി തന്നെ വേണം വൈകിട്ട്, അതുണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ നീ തന്നാൽ മതി, അല്ലാതെ കൂടുതൽ പ്രസംഗിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടോണ്ടാണ് ദേവയാനി അവിടെ നിൽക്കുന്നത് കേട്ടോ. ദേവയാനി ഉടനെ പറയാണ്, എന്താ എന്താ ജാനകി, നിനക്ക് ചിക്കൻ ബിരിയാണി വേണോ, നിനക്കും നിൻ്റെ മരുമകൾക്കും ചിക്കൻ ബിരിയാണി വേണമെങ്കിൽ നിങ്ങൾക്ക് കയറി ഉണ്ടാക്കാം, നയന ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല, അവളുടെ നന്മ കൊണ്ടാണ് അവളിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്, നയന ഇല്ലാത്ത സമയത്തെല്ലാം നിങ്ങളല്ലേ അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഇപ്പം നയന വന്നപ്പം ആരും അടുക്കളയുടെ പരിസരത്തേക്ക് പോലും പോകുന്നില്ലല്ലോ, അങ്ങനെ നയനയ്ക്ക് മാത്രം എഴുതി കൊടുത്തിരിക്കുന്നൊന്നും അല്ല അടുക്കള, നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി നയനയോട് പറയാണ്, നയനെ നീ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കാൻ പോകണ്ട, ഇന്നും ഉണ്ടാക്കുന്നതൊക്കെ മതി, അല്ലാതെ ചിക്കൻ ബിരിയാണി വേണ്ടവർ സ്വയം ഉണ്ടാക്കി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ജാനകിക്കും അനാമികയ്ക്കും ഒക്കെ അടി കിട്ടിയ മട്ടാകുകയാണ് ചെയ്യുന്നത്. അതിനൊക്കെ ശേഷം അനാമിക രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതിയെ വിളിച്ചിട്ട് പറയാണ്, അമ്മേ ഇപ്പോൾ അവളുടെ കയ്യിലാണ് ഭരണം മുഴുവൻ, ആ ദേവയാനി എന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവർ ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്, ആ നയനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്, എന്നോട് അവൾ കഴിഞ്ഞ ദിവസം പറയാണ്, എടി നീ ചെയ്തതിൻ്റെയൊക്കെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, കൂടുതൽ കളിച്ചാൽ അത് പുറത്ത് കൊണ്ടുവരുമെന്ന്, എന്ത് തെളിവാണോ അവളുടെ കയ്യിലുള്ളത്. അപ്പോൾ രേവതി പറയാം, എന്താ മോളെ തെളിവുള്ളത്, നമ്മൾ പാലിൽ വിഷം ചേർക്കുന്നതിൻ്റെ വല്ലതും വീഡിയോ അവൾ എടുത്ത് വെച്ചിട്ടുണ്ടോ, അവളായതുകൊണ്ടൊന്നും വിശ്വസിക്കാനും പറ്റില്ല. അപ്പോഴത്തേക്കും അനാമികയും പറയാണ് കേട്ടോ, അത് നേരാ, അതുപോലെ തന്നെ അമ്മേ അന്ന് ആ സ്വർണ്ണമൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോയില്ലേ, അതും അവൾ കണ്ടിട്ടുണ്ടാവുമോ, അവൾ എന്തായാലും ഉറപ്പിച്ച് തന്നെയാണ് പറയുന്നത്, എന്തോ തെളിവ് അവളുടെ കയ്യിലുണ്ടെന്ന്. അപ്പോൾ രേവതിയും പറയാം, മോളെ പിടിച്ച് വിടല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിലും കൈവിട്ട കളിയാണേ, നമ്മൾ അകത്ത് പോകും, അഴി എണ്ണി കിടക്കേണ്ടി വരും ബാക്കിയുള്ള കാലം, അതുകൊണ്ട് ഒന്നിനും അവളെ വെറുപ്പിക്കാൻ നിൽക്കേണ്ട കേട്ടോ. പിന്നെ വെറുപ്പിക്കാതെ എങ്ങനെ ഇരിക്കാനാ, അവളുടെ വായിന്ന് വീഴുന്ന വർത്തമാനങ്ങളൊക്കെ എന്താണെന്ന് അമ്മയ്ക്കറിയാമല്ലോ, എനിക്കറിയാം മോളെ, പക്ഷെ പിടിച്ച് നിൽക്കണം, അനന്തപുരിയിലെ സ്വത്തുക്കളൊക്കെ ഇങ്ങ് പോരുന്നവരെ നമ്മൾ പിടിച്ച് നിൽക്കണം എന്ന് പറയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം നയനെ അവിടെ ഇങ്ങനെ പണികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പം നയന ഇങ്ങനെ തറ തുടച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആ സമയത്തും ഉടക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ അനാമിക. തറ തുടച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് അനാമിക വരിക, വന്നിട്ട് പറയാണ്, ഓഹോ കേട്ടില്ലമ്മ തറ തുടയ്ക്കുകയാണോ, ഇതിൽ അനങ്ങി ചെയ്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, വല്യമ്മയെടുത്ത് തലയെ വച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും നീ ഇത്രയും ആടി തൂങ്ങി ചെയ്യുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞ് നിൻ്റെ തുണിയൊക്കെ വാഷ് ചെയ്യാൻ പോകുമ്പം എൻ്റെ ഡ്രസ്സ് കൂടി ഒന്ന് വാഷ് ചെയ്യണം, കുറച്ച് നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്, അതൊന്നും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല, അതുകൊണ്ട് അതൊന്ന് വാഷ് ചെയ്ത് തരണം എന്ന് പറയുമ്പം നയന നേരെ നിന്നിട്ട് പറയാണ്, നിൻ്റെ തുണിയൊന്നും വാഷ് ചെയ്യാനല്ല ഞാനിരിക്കുന്നത് കേട്ടോ, നിൻ്റെ തുണി വാഷ് ചെയ്യണമെങ്കിൽ അത് നീ വാഷ് ചെയ്തോണം, അല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് പറയാണ്. ഇവിടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അമ്മയുടെയും ആദർശൻ്റെയും തുണി മാത്രമേ ഞാൻ വാഷ് ചെയ്യുള്ളൂ, അല്ലാതെ നിൻ്റെ ഡ്രസ്സ് നീ തന്നെ വാഷ് ചെയ്യണമെന്ന് പറയണം. അപ്പം നയന പറയാം, അല്ലെങ്കിലും നീ നീ എന്നെ കുറേ ഭരിച്ചുകൊണ്ട് വരുന്നുണ്ട്, അതൊന്നും നടക്കില്ല അനാമിക എന്ന് പറയാം. അപ്പം അനാമിക പറയുക, അവളുടെ തറതോട ഇത്രയും നാൾ ഇവിടെ ആരും തൂക്കവും ആരും തുടക്കുകയോ ഇല്ലാത്തതുപോലുള്ള നിപ്പാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങോട്ട് ജലജയും ജാനകിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം അനാമികയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജാനകിയും പറയാണ്, ഭരിച്ചുകൊണ്ട് വരികയാണ്, ഇപ്പം ഏടത്തി എടുത്ത് അലയ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഗമ, കാണാം ഏടത്തിക്ക് മനസ്സിലാവും ഒരു കാലത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ദേവയാനി വന്നിട്ട് പറയാണ്, ഇവിടെ ഈ ബഹളമൊന്നും വയ്ക്കേണ്ട കാര്യമില്ല, നയന എന്താ തറ തുടയ്ക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതെ ഒരുപാട് പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തറ തുടയ്ക്കുകയായിരുന്നെന്ന് പറയും. നീ എന്തിനാ മോളെ ഈ തറ തുടയ്ക്കുന്നത്, നിനക്ക് വയ്യാതിരിക്കുകയല്ലേ, നിനക്ക് ക്ഷീണമൊക്കെ ഇല്ലേ, അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള പണികളൊന്നും നീ ചെയ്യണ്ട, കാരണം അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുന്ന പോലെയല്ല മറ്റു പണികളൊന്നും നീ ചെയ്യണ്ട, അടുക്കളയിലും നയന തന്നെ ചെയ്യണ്ട, മറ്റുള്ളവരും കൂടി അവളെ സഹായിക്കണം, അല്ലാതെ ഇപ്പം തറ തുടയ്ക്കുകയും തുണി അലക്കാനും ഒന്നും നയന പോകണ്ട, അതിനൊന്നും ആരും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയും വേണ്ട. അപ്പോഴേക്കും അനാമിക പറയാം, അതെന്താ അവൾ തറ തുടച്ചാൽ അവിടെ കയ്യിലെ വളവല ഊരി പോവോ. അപ്പോൾ ദേവയാനി പറയാം, അനാമികയുടെ കയ്യിലേക്ക് ആ ചൂരങ്ങ് കൊടുക്കുന്നതിനെ അവൾ തുടക്കട്ടെ, അവളുടെ കയ്യിലും വളയുണ്ടല്ലോ, അത് ഊരിപ്പോവെന്ന് നമുക്കറിയാം, അനാമികയെ നീ തറ തുടച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അപ്പോഴേക്കും അത് അനാമികയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അനാമിക അതും പിടിച്ചുകൊണ്ട് നാശം പിടിക്കാൻ എന്ന് പറഞ്ഞ് നിൽക്കുക. എല്ലാവരും ഓരോ സ്ഥലത്തോട്ട് അങ്ങ് പോവുകയും ചെയ്യാണ്. അനാമിക അവിടെ നിന്ന് തറ തുടയ്ക്കുകയാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്